നൂറാനിയത്തും അതുമൂലമുള്ള ഹിദായത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാഹു നമ്മളെ അടിയുറപ്പിച്ച് നിർത്തട്ടെ. നമ്മിൽ മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി അവന്റെ ത്വാഅത്തിലായി പൊരുത്തത്തിലായി അല്ലാഹുവിനെ മറക്കാതെ അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. صدق الله العلي العظيم. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ അതിപ്രധാനമായ ചരിത്ര ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവമാണ്. നമുക്കറിയാം, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് ജൂതന്മാർ പറഞ്ഞു കൊടുക്കാണ്, നിങ്ങളുടെ മുഹമ്മദിനോട് നിങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിനൊക്കെ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു പ്രവാചകനാണെന്ന് ഉറപ്പിക്കാം. അതിൽപ്പെട്ട 3 ചോദ്യങ്ങൾ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്തിരുന്നു. ഒന്ന്, അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ചോദിക്കാം. 2, ലോകമാകെ അടക്കി ഒഴിച്ചിരുന്ന ദുൽഖർനൈനി രാജാവിനെ പറ്റി ചോദിക്കുക. 3-മത്തത് റൂഹിനെ പറ്റി ചോദിക്കുക. ഇത് 3 ഉത്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഹമ്മദ് പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞു. ആ 3 ചോദ്യത്തിനുമുള്ള ഉത്തരവാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ അതിൻ്റെ ആമുഖമായ ചില വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് മുതൽ അസ്ഹാബുൽ കഹ്ഫിന്റെ അടക്കം വിവിധങ്ങളായ ചരിത്രങ്ങൾ തുടങ്ങുകയാണ്. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആദ്യമായി അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വളരെ ലളിതമായ രൂപത്തിൽ നമുക്കൊന്ന് വിശദീകരിക്കാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം ക്രിസ്ത്യാനികൾ ദുർമാർഗത്തിൽ ഒഴുകി ബിംബാരാധന വരെ തുടങ്ങി. ആ കാലത്തുണ്ടായിരുന്ന രാജാവ് ദക്കിയാനൂസ് എന്ന രാജാവായിരുന്നു. ആ രാജാവ് ബിംബാരാധനക്ക് പ്രേരിപ്പിക്കുകയും ആ നാട്ടിൽ ഒട്ടനേകം അനാചാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ പെട്ട ഒന്നായിരുന്നു അക്കാലത്തുണ്ടായിരുന്ന ഒരു ഉത്സവം. ബിംബാരാധനയും അനാചാരങ്ങളും അനിസ്ലാമിക പ്രവണതകളും നടക്കുന്ന ഒരു ഉത്സവം. സ്വാഭാവികമായും ആ ഉത്സവത്തിൽ നാട്ടുകാരൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരാള് ആ ഉത്സവത്തിനോടൊന്നും ആഗ്രഹം കാണിക്കാതെ അതിനോടൊക്കെ വെറുപ്പ് കാണിച്ച് ഒറ്റക്ക് ഇങ്ങനെ വന്നിരുന്നു. രസം കിട്ടില്ലല്ലോ, ഇത് നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാളിങ്ങനെ വന്നിരുന്നു. പിന്നെ
കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത ആള് വേറൊരാളും കൂടെ അയാളുടെ അടുക്കൽ വന്നിരുന്നു. വീണ്ടും ഒരാൾ വന്നിരുന്നു. അങ്ങനെ 7 ആളുകൾ വന്നിരുന്നു. അവര് പരസ്പരം ചോദിച്ചു, അല്ല എത്ര ഉത്സവം നടക്കുമ്പോ ഈ പെടുന്ന അങ്ങോട്ട് വരാനുള്ളോ? ഒരാൾ പറഞ്ഞു, എനിക്കിതൊന്നും കണ്ടിട്ട് പിടിക്കണില്ല. ഇതൊന്നും നമ്മുടെ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് നമുക്കറിയാലോ, അവനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരാൾ പറഞ്ഞു. ഒരാൾ ചോദിച്ചു, ഈ ചൈന വന്നത്? ഞാനും അതേ കാരണം കൊണ്ടാവുന്നത്. ഈ 7 പേരും ആ ദഖിയാനൂസ് രാജാവ് നടത്തുന്ന അനാചാരങ്ങളോടും ഉത്സവങ്ങളോടും വെറുപ്പ് തോന്നിയിട്ട് ഒരുമിച്ച് കൂടിയ 7 പേരാണ് ഈ അസ്ഹാബുൽ കഹ്ഫ്. അവര് തീരുമാനിച്ചു, അവരപ്പോ ഉണ്ടായിരുന്ന നാട് അഫ്സൂസ് എന്നൊക്കെ കാണുന്ന ഒരു നാട്ടിലായിരുന്നു. ആ നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവാൻ അവർ തീരുമാനിച്ചു. ഇവിടെ നിന്നാൽ നമ്മൾ പെട്ടുപോകും, നമുക്ക് നാടൊന്ന് മാറാം. അങ്ങനെ അവർ നാട്ടിനടുത്തുണ്ടായിരുന്ന എൻജലൂസ് എന്ന ഒരു മലയിൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഈ 7 പേരിങ്ങനെ ഗുഹയിലേക്ക് പോകുമ്പോ അവരോടൊപ്പം ഒരു നായയും കൂടി. നായയുടെ പേര് തിത്തുമീർ. ആ നായയും ഒപ്പം കൂടി. സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്ന നായ അവർ ഒരുപാട് ആട്ടി. പക്ഷെ ആ നായ ചിലപ്പോ അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ഉറുപ്പ് സംസാരിച്ചെന്ന് നമുക്കറിയാം. അങ്ങനെയൊക്കെ മൃഗങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഈ നായ സ്വാഭാവികമായും അവരോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, എന്തിനാ എന്നെ ആട്ടുന്നത്? ഞാൻ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നായയാണ്, എന്നെ കൂടെ കൂട്ടണം. അങ്ങനെ അവര് കൂടെ കൂട്ടി. അവരുടെ കൂട്ടത്തിൽ നായയും പുറപ്പെട്ടു. അവരെ ഗുഹയിൽ തങ്ങാൻ തുടങ്ങി. ഗുഹയിൽ തങ്ങുമ്പോഴും അവർക്ക് രഹസ്യമായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിരുന്നത് കൂട്ടത്തിൽപ്പെട്ട തബ്ലീഹ എന്ന ആളായിരുന്നു. ഗുഹയിലാണെങ്കിലും ഭക്ഷണമൊക്കെ വേണമല്ലോ. അപ്പൊ രാജാവ് അറിയാതെ, രാജാവിന്റെ നോട്ടത്തിൽ പെടാതെ വളരെ ഒളിഞ്ഞുകൊണ്ട് തബ്ലീഹയായിരുന്നു ഇവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. ഒരിക്കൽ അദ്ദേഹം ഭക്ഷണത്തിനായി ഇങ്ങനെ പട്ടണത്തിൽ പോയി തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന് വിവരം കിട്ടി, ഈ 7 പേര് ദഖിയാനൂസ് രാജാവ് പറഞ്ഞത് അംഗീകരിക്കാതെ വേറൊരു ദൈവങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഈ 7 ആളുകൾ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിലും അവരെ രാജാവ് അന്വേഷിക്കുന്നു എന്ന വിവരം കിട്ടി. അവർക്ക് വലിയ സങ്കടമായി. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രാർത്ഥന നിരത്തിലായിരിക്കെ അവരതിനുണ്ട് ഉറങ്ങിപ്പോയി. ആ ഗുഹയിൽ അവര് ഉറങ്ങി. രാജാവട്ടെ ഇവരെങ്ങനെ പറ്റി അന്വേഷിച്ച് ഇവരുള്ള ഗുഹയിലെത്തി. ഉറങ്ങിക്കിടക്കുന്ന യുവാക്കൾ 7 പേരും ഗുഹയിൽ ഉറങ്ങാണല്ലോ. ഉറങ്ങുമ്പോ ആ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. ഗുഹാമുഖം അടച്ചാൽ പിന്നെ പുറത്തുനിന്ന് ഉള്ളിന്ന് തള്ളിയിട്ട് കാര്യമില്ല, അത് തുറക്കാൻ കഴിയൂല. ആ നിലക്ക് അതിനണ്ട് ബന്ദിയാക്കി വെച്ചു. എന്നാൽ രാജാവ് ഈ ഗുഹയിലുള്ള 7 പേരെ നോക്കാൻ വന്നപ്പോഴേ ഈ രാജാവിന്റെ കൂടെ ഉള്ള 2 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഇസ്ലാം ഉള്ളിൽ വെച്ചവരാ. അവർക്ക് രാജാവിനെ അംഗീകരിക്കാൻ മനസ്സൊന്നുമില്ല. പക്ഷെ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് രാജാവിന്റെ കൂടെ നടക്കുന്ന 2 ആളുകൾ, ബൈദറൂസും റൂനാസും. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് പേരുണ്ടായിരിക്കുക. നമ്മുടെ അന്നത്തെ അറബി ലാംഗ്വേജ് പോലും ആയിരിക്കില്ല, ആ നാടുകളിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഇവര് 2 പേരും ഈ 7 ആളുകളെ പറ്റി ശരിക്കും മനസ്സിലാക്കി. ഇവര് അള്ളാഹുവിന് വേണ്ടി ഗുഹയിൽ വന്ന് താമസിക്കുന്നവരാണ്. ഇവരെ ഒരു കാലത്ത് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ലോകത്താകമാനം ഇവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഈ 2 പേരും മനസ്സിലാക്കി. അവര് ഇവരുടെ പേരുകളും ചരിത്രവും, ഇവർ ഈ കാലത്ത് ജീവിച്ചതാണ്, ഇങ്ങനെയുള്ളവരാണ്, ഈ 7 പേരാണ്, ഇതൊക്കെ ഒരു പലകത്തിൽ എഴുതി അവിടെ ഒരു പെട്ടി, അവര് കിടക്കുന്നതിന്റെ അടുത്ത് ഒരു ചെമ്പ് പെട്ടിയിലായിട്ട് സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഇവര് ഗുഹയിൽ ഉറങ്ങാണ്. അവരുടെ പേര് ലിസ്റ്റൊക്കെ അതിലുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞു. ദഖിയാനൂസ് രാജാവാണ് ഇപ്പൊ നാട് ഭരിച്ചിരുന്നത്. അദ്ദേഹമൊക്കെ വിട പറഞ്ഞു.
അദ്ദേഹത്തിന്റെ ഭരണം തീർന്നു 2.5 നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞ എത്ര വർഷം ഉണ്ടാവും? 280 അതിലധികം. ഖുർആൻ പറഞ്ഞതനുസരിച്ച് കൃത്യമാണ് 309 വർഷമാണ് അവരെ ഗുഹയിൽ കിടന്നുറങ്ങുന്നത്. 309 വർഷം. അങ്ങനെ ഏതായിരുന്നാലും 2.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു രാജാവ്, നല്ലൊരു മുസ്ലിമായ, നല്ല അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ഭരണാധികാരിയെ നാട്ടിൽ വന്നു. ബൈബറൂസ് എന്നായിരുന്നു പേര്. 68 വർഷക്കാലം അദ്ദേഹം നാട് ഭരിച്ചു. പക്ഷേ ഈ രാജാവിന് എപ്പോഴും സങ്കടം. ഈ രാജാവ് മുസ്ലിമാണെങ്കിലും നാട്ടിലെ കുറെ ആളുകൾ പറയാം, അങ്ങനെ മരിച്ചാൽ പിന്നെ ജീവിക്കണ പരിപാടിയൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ പരിപാടിയൊന്നുമില്ല. രാജാവിനെ എതിർക്കുകയും രാജാവിനെ വിമർശിക്കുകയും ചെയ്തു. രാജാവിന് എപ്പോഴും ടെൻഷനാണ്. ഈ ആളുകൾക്ക് ഇതൊന്ന് അറിയിച്ചു കൊടുക്കാനായാൽ വലിയ സന്തോഷമായിരുന്നു. അള്ളാഹു ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നാൽ സന്തോഷമായിരുന്നു. മരിച്ചാൽ വീണ്ടും ജീവിക്കുമെന്നതിനുള്ള ഒരു തെളിവ് ഇങ്ങനെ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിനിപ്പോ ദക്കിയാനൂസ് രാജാവ്, അവിശ്വാസിയായ രാജാവൊക്കെ മരിച്ചുപോയി. ഇവര് ഗുഹയിൽ ഉറങ്ങാണ്. വർഷം 2.5 നൂറ്റാണ്ട് കഴിഞ്ഞു. പിന്നെയാണ് ഒരു നല്ല മുസ്ലിമായ ഭരണാധികാരി വന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം, എന്റെ കൗമ മരിച്ചാൽ ജീവിക്കൂല എന്നാണല്ലോ പറയുന്നത്. അവർക്ക് അതിനൊരു തെളിവുണ്ടാവണം. അങ്ങനെ ഇദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആട്ടിടയൻ തന്റെ ആടുകൾക്കുള്ള താവളം ശരിപ്പെടുത്തതിനായി അസ്ഹാബുൽ കഹ്ഫ് കിടന്നുറങ്ങുന്ന ഗുഹാമുഖത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന പഴയ ഭിത്തിയൊക്കെ കുത്തിപ്പൊളിച്ച് അതിന്റെ ശബ്ദം വന്നപ്പോൾ നൂറ്റാണ്ടുകളായി നിദ്രയിൽ ലയിച്ചു പോയിരുന്ന അസ്ഹാബുൽ കഹ്ഫിനെ അല്ലാഹു ഉണർത്തി. പക്ഷേ ഉണർത്തിയപ്പോൾ ഉറങ്ങിയപ്പോലെ ശരീരത്തിലും ആ ഗുഹക്കുള്ളിലും എന്തവസ്ഥയാണ് ഉണ്ടായിരുന്നത്, അതല്ലാതെ മറ്റൊരു മാറ്റവും അവർ കണ്ടില്ല. പതിവ് പോലെ ഭക്ഷണം വാങ്ങുവാനായി, ഭക്ഷണം വാങ്ങാൻ കൂട്ടത്തിൽ പോയിരുന്ന ആളെ പേര് തംലീഹ. ഇവര് വിചാരിച്ചത് ഇന്നലെ ഉറങ്ങിയതാണ്, ഇന്ന് എണീറ്റ് ഇന്ന് അവര് സാധാരണത്തെ പോലെ തംലീഹത്തിന് പോയി, ഭക്ഷണത്തിന് പോയി. വർഷത്ര കഴിഞ്ഞിട്ടുണ്ട്? 250 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും 2.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഈ ആട്ടിടയിൽ വന്ന് ഇതൊക്കെ പൊളിച്ചപ്പോ ഒച്ച കേട്ട് എണീറ്റു പോവാന് സാധാരണത്തെ പോലെ സാധാരണ തംലീഹയുടെ ഭക്ഷണത്തിന് പോവാറ്, അയാൾ എന്റെ ഭക്ഷണത്തിന് പോയി. വളരെ പേടിച്ച് ദക്കിയാനൂസ് രാജാവായിട്ട് പിടിക്കുവോ എന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ ദക്കിയാനൂസ് രാജാവൊക്കെ മരിച്ചു പോയിട്ട് കാലങ്ങൾ ഒരുപാടായി. ഇയാൾ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ പോയി. പക്ഷെ പോയി പുറത്തിറങ്ങിയപ്പോ പട്ടണക്കാകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിചയങ്ങൾ ആരും കാണുന്നില്ല. അദ്ദേഹം ആകെ ചിന്താതീതനായി പോയി. അങ്ങനെ ഏതായാലും അയാൾ ഒരു കടയിൽ കയറി ഭക്ഷണത്തിന് സാധനം ചോദിച്ചു. ഭക്ഷണം കൊടുത്തപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളി കൊടുത്തപ്പോ കച്ചവടക്കാർ ഇതിങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കി. ഇതേതാ നാണയം? കാണാത്തൊരു നാണയാണല്ലോ. ആ നാണയത്തും ഒരാളെ ചിത്രമുണ്ട്. ആരെ ചിത്രാണ്? പഴയ ഭരണാധികാരിയായിരുന്ന ദക്കിയാനൂസിന്റെ ചിത്രമുണ്ട്. ഇത് ദക്കിയാനൂസ് രാജാവിന്റെ കാലത്തുള്ളതാണല്ലോ. ഈ നിധി നിനക്ക് എവിടുന്നാ കിട്ടിയത്? തംലീഹയോട് ചോദിച്ചു കച്ചവടക്കാരൻ, ഈ നിധി നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഇത് എത്രയോ കാലം മുമ്പുള്ളൊരു നിക്ഷേപമാണല്ലോ, ഇത് എവിടുന്നാ കിട്ടിയത്? അയാൾക്ക് ഭയങ്കര അത്ഭുതമായി. അയാൾ ഉടനെ തന്നെ വിവരങ്ങൾ നാട്ടുകാരുടെ നിധി കിട്ടിയിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് വിഷയത്തി കൊട്ടാരത്തിലെത്തി. തംലീഹ രാജാവിന്റെ അടുക്കലേക്ക് എത്തി. രാജാവിനും അനുയായികൾക്കും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞങ്ങളെ ഇത് മുമ്പുള്ള ദക്കിയാനൂസ് രാജാവിന്റെ സംഭവം നാടകമാണല്ലേ. ഞങ്ങൾ മുൻകാലത്ത് ഇങ്ങനെ അവരുടെ അവിശ്വാസങ്ങൾക്ക് സഹിക്കവയ്യാതെ ഗുഹയിൽ പോയി നിന്നതാണ്. അങ്ങനെ ഇത്ര വർഷം കഴിഞ്ഞതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊരു ഉറക്കിലാണ് എന്നുള്ള സംഭവം മൊത്തം രാജാവിനെ വിശദീകരിച്ചു കൊടുത്തു. രാജാവാണെങ്കിൽ അള്ളാഹുവിനോട് ദ്വാരത്തിരുന്നു. എന്ത്?
മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുമെന്നതിനുള്ള ഒരു തെളിവുമാണ്. ഇവർ കിടന്നുറങ്ങിയിട്ട് എത്ര വർഷമായി? 380 വർഷമായി നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാണ്. ഇങ്ങനെ നമ്മൾ വിട പറഞ്ഞാലും വീണ്ടും നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് രാജാവിന് അതൊരു വലിയ സന്തോഷമായി. ഇവരെ കിട്ടിയതും നാട്ടുകാർക്ക് മുമ്പിൽ എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ തബ്ലീഗയുടെ കൂടെ വീണ്ടും രാജാവും പരിവാരങ്ങളൊക്കെ പാട് ഗുഹയിലേക്ക് പോയി. ഗുഹയിലേക്ക് പോയപ്പോഴോ അവിടെ ഇദ്ദേഹത്തിന്റെ 6 സുഹൃത്തുക്കളെ കണ്ടു. മാത്രവുമല്ല അവിടെ ആ ചെമ്പുപെട്ടി എന്ന് പറഞ്ഞാൽ ആ ചെമ്പുപെട്ടിയിലാണ് ഇവരുടെ പേരും ഇവരുടെ ചരിത്രമൊക്കെ എഴുതി വെച്ചിരുന്നത്. അത് ഇവരിങ്ങനെ വായിച്ചു. പണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചരിത്രമൊക്കെ വായിച്ചു. അത് വായിച്ചപ്പോൾ രാജാവിന് അത്ഭുതമായി. സന്തോഷത്തോടെ തന്റെ അനുയായികൾക്കൊക്കെ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജാവ് വീണ്ടും അവരുടെ ആ ഗുഹയിലേക്ക് പറഞ്ഞയച്ചു. അവർ ഗുഹയിൽ വീണ്ടും തുടങ്ങി. ആ ഉറപ്പോടുകൂടെ എന്നേക്കുമായി അവർ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. പിന്നെ അവരുള്ള സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയതും സംഭവങ്ങളൊക്കെ ഉണ്ടതൊക്കെ നമുക്ക് വഴിയെ പറയും. ഏതായിരുന്നാലും 300ഓളം വർഷം ഉറക്കിയ ഒരു വിഭാഗത്തെ അല്ലാഹു ഉണർത്തി. അതാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ കഹ്ഫുകാരുടെ ചരിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം. ഇൻഷാ അല്ലാഹ് ഇനി ആയത്തിനോടൊപ്പം നമുക്ക് സംഭവങ്ങൾ പറയാം. ഇനി അല്ലാഹു ചോദിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 350 വർഷം ഒരു കൂട്ടത്തെ അല്ലാഹു ഉറക്കിക്കെടുത്തി. വീണ്ടും അവരെ ഉണർത്തിയ സംഭവം അല്ലാഹു നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അംഹസിബത, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്ന അസ്ഹാബൽ കഹ്ഫി, തീർച്ചയായും അസ്ഹാബുൽ കഹ്ഫാകുന്നത് റഖീമിന്റെയും ആളുകളാകുന്നത് കാനൂ മിൻ ആയാതിനാ അജബാ, അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ ഇത്ര വലിയ അത്ഭുതമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമുക്ക് തോന്നുന്നുണ്ടോ? 350 വർഷം ഒരു ടീമിനെ ഉറക്കി പിന്നെ അവർക്ക് പുനരുദ്ധാരണം കൊടുക്കൽ വലിയ അത്ഭുതമായി നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിന് അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കഴിയുന്നതെന്ന്, അതൊന്നും മേലെ അള്ളാഹ് കഴിയാന്നുള്ളത് ഒരു പ്രയാസവുമല്ല. എല്ലാത്തിനും കഴിയും. അള്ളാഹു നമുക്ക് കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു 350 വർഷം ഒരു ടീമിനെ ഉറക്കിക്കെടുത്തുകയും പിന്നെ ഉണർത്തുകയും ചെയ്യലൊന്നും അള്ളാഹ്ക്കൊരു വിഷയമേയല്ല. അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതൊരു വലിയ അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഈ ആയത്ത് അള്ളാഹു എവിടെയാണ് കൊണ്ടുവരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നാ ജഅൽനാ ബഅലൽ അർളി സീനതൻ ലഹാ, ഈ ഭൂമിക്ക് നമ്മൾ ഒരുപാട് സൗകര്യങ്ങളും അലങ്കാരങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു. എന്തിനാണത്? ലിനബുലുവഹും, എല്ലാം കൂടെ ഉപയോഗിച്ച് തിമർത്താടാനല്ല. ലിനബുലുവഹും, നമ്മളവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുഹും അഹ്സനു അമലാ, ഈ സൗകര്യമൊക്കെ ഉണ്ടായിട്ടും ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നതെന്ന് നോക്കാനാണ് ഈ സൗകര്യങ്ങളെ ഞാൻ ഉണ്ടാക്കി വെച്ചതെന്ന് അല്ലാഹ്. ഇതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, കാന അസ്ഹാബുൽ കഹ്ഫി അബ്നാഅ അശ്റാഫിൽ ഖൗം, അക്കാലത്തെ വീടില്ലാത്ത കുടുംബമില്ലാത്ത ഏതെങ്കിലും 7 ആളുകളൊന്നുമല്ല ഈ അസ്ഹാബുൽ കഹ്ഫ്. അന്നത്തെ അഷ്റാഫ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാരുടെ മക്കളായിരുന്നു അസ്ഹാബുൽ കഹ്ഫിന്റെ 7 പേര്. വലിയ തറവാടും വലിയ സൗകര്യവും വലിയ സുഖങ്ങളുമുള്ള 7 പേരായിരുന്നു. ആ 7 പേരാണ് സുഖങ്ങൾക്കിടയിൽ വെച്ച്, പഠിച്ചോനെ, ദഖ്യാനൂസ് രാജാവിന്റെ കൂടെ കൂടിയാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ട് നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. അപ്പൊ സീനത്തുകൾ,
ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ, സന്തോഷങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും നമ്മളെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഈ ആയത്തും ഈ സംഭവവും ചേർത്ത് വെക്കാനുള്ള കാരണം. ഇന്ന് പലപ്പോഴും സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും കൂടിയപ്പോ നമ്മുടെ ഈമാനിനെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ ദീനി ചൈതന്യത്തെയും നമ്മൾ ചോദ്യം ചെയ്യാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, നമ്മൾ ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ രീതിശാസ്ത്രമായിട്ട് അത് വിട്ടുവെക്കണം. നമ്മുടെ വ്യക്തിത്വ ജീവിതത്തിലേക്ക് ആ ഹദീസിനെ കൊണ്ടുവരണം. നമ്മുടെ സാമൂഹിക തലങ്ങളിലേക്ക്, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ പരിപാടികളിൽ, നമ്മുടെ വീട്ടിലെ ചടങ്ങുകളിൽ, നമ്മുടെ സംസ്കാരത്തിൽ ആ ഹദീസിനെ ചേർത്ത് വെക്കണം. ഇന്ന ദുനിയാ ഹുവത്തുൻ ഹദിറാ. റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദുനിയാവ് വല്ലാതെ പച്ചപ്പുള്ള ഒരു മനോഹരമായ സംവിധാനം തന്നെയാണ്. ദുനിയാവിലേക്ക് ആരും ആകർഷിച്ചു പോകും, പക്ഷെ മറക്കാൻ പാടില്ല, ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്ന് തെറ്റിദ്ധരിച്ച് അനിയന്ത്രിതമായി പോവാൻ പാടില്ല. വല്ലാഹു മുസ്തഖ്ലിഫുകും ഫീഹാ. നിങ്ങൾ ദുനിയാവിൽ അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്. അള്ളാഹുവിനെ പ്രതിനിധികളാക്കി പറഞ്ഞയച്ചതാണ്. ഇനി അള്ളാന്റെ പണി എന്താണ്? എല്ലാ സൗകര്യങ്ങളും തന്നു. അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചു, ഹിമവറ്റാതെ കണ്ടുവറ്റാതെ. അള്ളാഹു അങ്ങനെ നോക്കുകയാണ്. ഒരു പ്രയോഗമാണ്. അതങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് ഇട്ട തട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈഫ തഅമലൂൻ. ഈ ദുനിയാവിൽ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഓരോ മൊമെന്റിലും അല്ലാഹു നോക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഇന്ന അഖവഫ മാ അഖാഫു അലൈക്കും. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഖവഫ, ഏറ്റവും പേടി, ഞാൻ നിങ്ങളെ മേൽ ഭയപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഭയം എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശിർക്ക് പോലുമല്ല. ശിർക്കിലേക്ക് എത്തിക്കുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി പറയാണ്, എനിക്ക് ഏറ്റവും പേടിയുള്ളത് മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയാ. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന ഒന്നാണ്. അത് വന്നാൽ എനിക്ക് പേടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ദാരിദ്ര്യമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണത്തോടുകൂടി അള്ളാഹ് അറിയിച്ചതനുസരിച്ച് പറയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് കുമിഞ്ഞു കൂടും, സമ്പത്ത് വാരിക്കോരി കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ ഡയറക്റ്റായി ചോദിക്കുന്നുണ്ട്, വമാ സഹറത്തു ദുനിയ, എന്താണ് റസൂലേ ഈ സഹറത്ത് എന്ന് പറഞ്ഞാൽ? ഖാല ബറകാത്തുൽ അർളി, ഭൂമിക്കുള്ളിൽ ഒരുപാട് ബർക്കത്തുകളുണ്ട്. അത് ഈ ഉമ്മത്തിനാണ്ട് വാരിക്കോരി കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ജീവിതവും, നമ്മുടെ പേഴ്സണൽ ജീവിതവും കുടുംബ ജീവിതവും ഒരു ലിമിറ്റിനായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈമാൻ തെറിച്ചു പോകും. പേർഷ്യയിലെ കൊട്ടാരം കീഴടക്കിയപ്പോ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ പോയിട്ടാണ് കീഴടക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയിട്ടില്ല. അനുയായികൾ പോയി കീഴടക്കി കൊട്ടാരം കീഴടക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് എഴുതി, ഞങ്ങൾ ഇവിടുത്തെ കൊട്ടാരം കീഴടക്കിയിട്ടുണ്ട്, ഇവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളും മുതലും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ മറുപടിയാണ് കൊടുത്തു, തസദ്ദഖൂഹ, അവിടെ ഉള്ളത് മൊത്തം അവിടെ തന്നെ കൊടുത്തോണ്ടി, ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അത് മുഴുവൻ അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഉലമാഹ് പറയാണ്, അന്നുള്ള കൊട്ടാരത്തിലും മുതലുണ്ടായിരുന്നെങ്കിൽ ലോകത്തുള്ള സകല മുസ്ലിം രാജ്യങ്ങൾക്കും ഭരിക്കാൻ മാത്രം പര്യാപ്തമായ സ്വത്ത് അവിടെ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു, അത് ഇങ്ങോട്ട് കുമിഞ്ഞ് ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം കട്ടപ്പോവുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന
കിടക്കാണ്. വഫാത്താവാൻ കിടക്കുമ്പോ കൂടെയുള്ളവരോട് പറയാണ്, എനിക്ക് കുറച്ച് വസീയത്തുകളോട് പറയാണ്ട്. നമസ്കാരത്തെ പറ്റി പറഞ്ഞു. കൂട്ടത്തിൽ പറയാണ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിലേക്ക് മുതല് സമ്പത്ത് കുമിഞ്ഞുകൂടി വരും. ആവശ്യമുള്ളത് എടുത്താൽ മതിട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ലിമിറ്റേഷൻ, ഒരു പരിധി, ഒരു നിയന്ത്രണം നമുക്ക് അത്യാവശ്യമാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ മനോഹരമായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അവര് വലിയ തറവാടും കുടുംബവും ഉള്ളവരായിരുന്നു. പക്ഷേ അവർക്ക് ഈ തറവാടിന്റെയും കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഈമാൻ നഷ്ടപ്പെടാൻ അവർ സമ്മതിച്ചില്ല. അത് ഓവറാവുമ്പോ കുറെ കുറഞ്ഞു പോകും. അതൊന്നും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് സഅലബയുടെ ചരിത്രമായിരുന്നു. ഓർക്കുണ്ടോ? സഅലബ അല്ലേ? ഇത് കുമിഞ്ഞുകൂടിയപ്പോ ആദ്യം ജമാഅത്തിന് വന്നില്ല, പിന്നെ ജുമാഅത്തിന് വന്നില്ല, പിന്നെ സക്കാത്ത് കൊടുത്തില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു ലിമിറ്റേഷൻ. നമ്മുടെ ഉമ്മത്തൻ വസത മധ്യനയം സ്വീകരിക്കുന്നവരാണ്. ഒന്നും ഓവറാവാൻ പാടില്ല, എല്ലാം മിതമായി നടത്തേണ്ടവരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബത, നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്ന അസ്ഹാബുൽ കഹ്ഫി, തീർച്ചയായും അസ്ഹാബുൽ കഹ്ഫാകുന്നത് വറഖീമീൻ, റഖീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, രണ്ടാളുകൾ ആ രാജാവിന്റെ ഒപ്പം വന്നിട്ട് അവരുടെ പേരും ചരിത്രവും ഒക്കെ എഴുതി ഒരു പെട്ടിയിലാക്കിയെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു പലകയിൽ വെച്ചു. അതാണ് റഖീബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റഖീബിന്റെയും അസ്ഹാബിനെ നിങ്ങൾ വിചാരിക്കുന്നുവോ, കാനൂ മിൻ ആയാതിനാ അജബാ, അതൊക്കെ അള്ളാന്റെ വലിയ അത്ഭുതം നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അതൊന്നും അത്ഭുതമല്ല. അള്ളാഹ് അതിനേക്കാൾ വലിയത് കഴിയുന്നതാണ്. ഏത് നേരത്താണ് ഈ അത്ഭുതമുണ്ടായത്? മനോഹരമായ 1-2 പാഠങ്ങൾ കൂടെ നൽകാം. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ, ഗുഹയിലേക്ക് യുവാക്കൾ അഭയം പ്രാപിച്ച സമയത്ത് അവരെ സംരക്ഷിച്ച അല്ലാഹ്, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, ഈ കാണുന്ന 7 യുവാക്കളാകുന്ന അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചപ്പോ ഫഖാലു, അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണം. ഇത് വലിയൊരു പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർക്കേണ്ടതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രശ്നെ ദീനഭാഗം നഷ്ടപ്പെടുന്നു, എന്താ ചെയ്യാ? അസ്ഹാബുൽ കഹ്ഫിൽ വന്ന ആ ഒരു ദുരനുഭവം നമുക്ക് വരുമ്പോ, നമുക്കൊക്കെ വരുമല്ലോ, നമ്മുടെ നാട്ടിൽ വരുന്നു, ജീവിതത്തിൽ വരുന്നു. ആ സമയത്ത് യുവകോമരന്മാര് ദുആ ചെയ്ത ദുആയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിനാ, ഞങ്ങൾക്ക് നൽകണേ, മിൻ ലദുൻക, നിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തൻ, കാരുണ്യം ചൊരിയണേ, വഹയ്യിഅ ലനാ, നീ ഞങ്ങൾക്ക് തയ്യാറാക്കി തരണേ, മിൻ അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് റഷദാ, തന്റേടമുള്ളതിന്. ഞങ്ങൾ ഈ സമയത്ത് വളരെ പക്വമായിട്ട് എന്ത് പെരുമാറണം അത് ഞങ്ങൾക്ക് അറിയിച്ചു തരണേ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ തന്റേടം, പക്വത. ഇവരുടെ പ്രാർത്ഥനയായിരുന്നു. നമുക്കും അത് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ചിലപ്പോ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു തീരെ വെറിച്ചു പോകുമോ എന്ന പേടി വരുമ്പോ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, റഹ്മത്ത് തരണേ. എന്നിട്ട് വഹയ്യിഅ ലനാ, ഞങ്ങൾക്ക് ഒരുക്കി തരണേ, മിൻ അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് റഷദൻ, നല്ല പക്വതയുള്ളത്, നല്ല തന്റേടമുള്ളത്, നല്ല സന്മാർഗമുള്ളത്. ചിലപ്പോ അനിയന്ത്രിതമായി വൈകാരികമായിട്ട് സംഭവിച്ചു പോകും. യുവാക്കളുടെ പ്രാർത്ഥനയാണ്, ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെ കാക്കണേ. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, മനഃപ്പാഠമാക്കേണ്ട 10 ആയത്തുകളാണ്. സൂറത്തുൽ കഹ്ഫ് പതിവാക്കുകയും ആ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുകയും ചെയ്താൽ ഒരു മെച്ചം നമ്മളെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മ
ദജ്ജാലിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ ഔഷധമാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. ദജ്ജാൽ വരുന്ന കാലത്ത് ഖുർആൻ പോലും വായിക്കപ്പെടുന്ന, അപ്പൊ നമ്മൾ ദജ്ജാൽ വരുമ്പോ ഈ 10 ആയത്തെടുത്ത് ഓതാൻ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ പോലും വായിക്കപ്പെടുന്ന കാലമാണ്. ചർച്ച ചെയ്യുകയാണ് അന്ന് ദജ്ജാലിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ആയുധമാണ് ഈ 10 ആയത്ത്. സാധ്യമാകുന്നവരൊക്കെ അത് മനഃപ്പാഠമാക്കണം. വളരെ പുണ്യമാണ്, വളരെ കാവലാണ്. വലിയൊരു പ്രതിസന്ധിന്റെ വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ 10 ആയത്ത് ഓതുക. ദജ്ജാലിൽ നിന്ന് രക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തായാലും രക്ഷ കിട്ടുമല്ലോ. ദജ്ജാൽ വന്നിട്ട് നടത്തുന്ന ഫിത്ന എന്താ? ദജ്ജാലിനെ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാൽ ഇപ്പൊ എന്താ പറയണതെന്ന് കേൾക്കാൻ പോലും പോകരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ പറയണതെന്ന് നോക്കാം. നമുക്ക് അതാണല്ലോ, യുക്തിവാദികൾ എന്താ പറയണത്, പുത്തനാശയക്കാർ എന്താണ് പറയണത്, എവിടേക്കാണ് കാറ്റടിക്കുന്നത് ഇങ്ങനെ നോക്കുകയാണ്. ഇത് നോക്കരുത്. പകരം ഈ ആയത്തോടുകയാണ് വേണ്ടതെന്ന് പരിശുദ്ധമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പെട്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അറിയുന്ന ആളല്ലേ, ദജ്ജാലിനെ പരിചയപ്പെടുത്തിയല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയാണ്, ഈ ദജ്ജാൽ വന്നാൽ അവന്റെ പ്രസംഗം കേൾക്കാൻ പോലും പോകരുത് കേട്ടോ. കാരണം ചിലപ്പോ അവൻ ചോദിക്കും ഒരുമിച്ച് കൂടിയവരോട്, നിങ്ങൾക്ക് ഞാൻ എന്താ ഉണ്ടാക്കി തരേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളെ മരിച്ചുപോയ വാപ്പാനിമ്മാനെ ഇങ്ങനെ കൊടുത്തന്നാല് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതായിരിക്കും. അപ്പോ ഒപ്പം വഞ്ചിക്കപ്പെട്ടവർ പറയും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വാപ്പാനിമ്മാനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറയും. ശൈത്താന്മാര് അവരുടെ മാതാപിതാക്കളുടെ രൂപത്തിലാണ്ട് വരും. എന്നിട്ട് അവര് ദജ്ജാലിലേക്ക് ചൂണ്ടിയിട്ട് പറയും, ഇത് പടച്ചോനെ കേട്ടോ, വിശ്വസിച്ചോളി. ഒരുപാട് പേര് അല്ലാഹു കാക്കട്ടെ. വളരെ ആകർഷിക്കുന്ന, ആള് കേൾക്കാൻ ഇങ്ങനെ കൊതിക്കുന്ന, എന്താപ്പെടുന്ന ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു മഹാദുരന്തമാണ് ദജ്ജാൽ. കേൾക്കാൻ പോലും പോകരുത്. മുഹമ്മദ് മുസ്തഫ വസ്വാസ് ഉണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കാര്യത്തൊക്കെ നമ്മൾ എപ്പോഴും എല്ലാം കൂടെ കേൾക്കരുത്. എല്ലാം കൂടെ കേട്ടാൽ നമ്മുടെ ഈ മന്ത്രിച്ചു പോകും. അല്ലാഹു കാക്കട്ടെ. നമുക്ക് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പരിഹാരം? ഈ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ. ആ 10 ആയത്തിന്റെ അവസാനമാണ് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യ ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹു പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു കനമുള്ള ദുആയാണ്, ഒരു പ്രാധാന്യമുള്ള ദുആയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫ് ഇവരെങ്ങനെ 350 വർഷം ഉറക്കിക്കെടുത്തിയ അള്ളാഹ് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേലുള്ളതൊക്കെ അള്ളാഹുവിന് കഴിയും. ഇന്നത്തെ 1ാമത്തെ പാഠതാണ്, അള്ളാഹു വിചാരിച്ചാൽ എല്ലാത്തിനും കഴിയും. 2ാമത്തത് അഹിതമായ അസ്ഹാബുൽ കഹ്ഫ് എപ്പോഴാണ് ഗുഹയിലേക്ക് പോയത്? നാട്ടിൽ ഫിത്ന വന്നു. ദീനാകെ ഫിത്നായി പോകുമ്പോ 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, അസ്ഹാബുൽ കഹ്ഫിനെ പോലെ നമുക്ക് നമ്മുടെ ദീന് സംരക്ഷിക്കാൻ നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവും. ഈ 7 ആളും കൂടെ കൂടിയത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ദീന് നഷ്ടപ്പെടുമ്പോ നമുക്ക് വേണ്ടത് അള്ളാഹുവിനെ അറിയുന്ന യഥാർത്ഥ വിശ്വാസം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു 4-5 ആളുകളുള്ള ഒരു കൂട്ടുകെട്ട്. അത് വലുതാകാം. നല്ലൊരു ജമാഅത്ത്, നല്ലൊരു സംഘബോധം നമുക്ക് അത്യാവശ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2ാമത്തത്, പ്രശ്നങ്ങളും ഫിത്നകളും വരുമ്പോ അതിൽ നിന്ന് മെല്ലണ്ട് മാറി നിൽക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒറ്റ സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഫിത്നകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. സ്വഹാബാക്കളെ കുറച്ചു കഴിഞ്ഞാൽ ഫിത്ന ഫിത്ന നിങ്ങൾ ആകെ ഇടങ്ങറായി പോകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെ പറ്റി പറയുമ്പോ സ്വഹാബാക്കളെ പഠിച്ചാൽ അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ വന്നാൽ ഫിത്നയുടെ കാലത്ത് രക്ഷപ്പെടാനുള്ള മാർഗമെന്തെന്ന് സയ്യിദുനാ ഉഖബ റളിയല്ലാഹു അൻഹു മുത്തനബിയോട് ചോദിക്കുകയാണ്.
നജാത്തു യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞു അംസിക് ലിസാനക, ഒന്ന് നിന്റെ നാവിനെ പിടിച്ചു കെട്ടലാണ്. വൽയസക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാവലാണ്. പരമാവധി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. നിന്റെ വീട് നിനക്ക് വിശാലമാവലാണ്. എന്നിട്ട് വീട്ടിലിരുന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ആലോചിച്ച് പൊട്ടിക്കരയലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫിത്നകളുടെ കാലത്ത് ഏറ്റവും നല്ലത് ഒന്ന് അംസിക് ലിസാനക, നാവ് പിടിച്ചു കിട്ടണം. നിന്റെ വീട് നിനക്ക് വിശാലമാകണം. നിന്റെ തെറ്റിന്റെ മേലെ പൊട്ടിക്കരയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അങ്ങനെയൊക്കെ നന്നായി ജീവിക്കുന്ന നല്ല ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ മഅയ്യത്തും അവരുടെ ചരിത്രത്തിൽ നിന്നുള്ള ഊർജവും അവരോടുള്ള മഹബ്ബത്തും അവരുടെ ബർക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ സദസ്സിലേക്ക് ചീട്ടി നൽകിയിട്ടുള്ളത് നമ്മുടെ ജാഫർ ഹാജിയുടെ വകയാണ്. അള്ളാഹു വലിയ കൂലിയത്ത് പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞയാഴ്ച നമ്മുടെ സെക്രട്ടറിയുടെ വകയായിരുന്നു. അങ്ങനെ ആഴ്ചത്തെ ക്ലാസ്സിലും ഓരോരുത്തർക്ക് ചീട്ടി നൽകിയാൽ അത് വലിയ സന്തോഷമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. പലരും നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഖുർആൻ ക്ലാസ്സൊക്കെ കേട്ടുപോകുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു പോകുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്, അതൊരു ബർക്കത്തുമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്.